ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മാത്രം മതി കലിയുഗത്തിലെന്നാണ്. അപ്പം നമ്മൾ ഭഗവാനോട് പറഞ്ഞു കുറച്ചുകൂടി ചുരുക്കി തന്നാൽ നന്നായിരുന്നു. സാരമില്ല, ഓം നമോ ഭഗവതേ വാസുദേവായ 12 തരാം. എന്തായാലും ചുരുക്കിയല്ലേ ഭഗവാനെ, കുറച്ചുകൂടി ചുരുക്കണം. കലിയുഗമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി സംഖ്യ ചുരുക്കിയാൽ നന്നായിരുന്നു. സാരമില്ല. പ്രണവസംയുക്തമാം അഷ്ടാക്ഷരം ഓം നമോ നാരായണായ. എന്തായാലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ചുരുക്കിയ സ്ഥിതിക്ക്, അങ്ങിത് 8 അക്ഷരമാക്കിയ സ്ഥിതിക്ക് അല്പം കൂടി ചുരുക്കിയാൽ നന്നായിരുന്നു. 7 ആക്കിത്തരാം. ശരിയായ ഒരു അക്ഷരം അതിങ്കെ നുദിച്ച ലിപി 7 അക്ഷരം. നാരായണായ നമ. ശൈലം കൂടെ ചുരുക്കി തന്നാട്ടെ ഭഗവാനെ. 5 ആക്കാം. നമശിവായ. കുറച്ചുകൂടി ചുരുക്കി തന്നാൽ നന്നായിരുന്നു ഭഗവാനെ. ഇനിയും അതെ നാരായണ. എന്തായാലും അത്രയും ചുരുക്കിയ സ്ഥിതിക്ക് കുറച്ചുകൂടി ചുരുക്കിയാൽ നന്നായിരുന്നു. ശ്രീരാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. നാരായണായ മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിൻ്റെ 2ാമത്തെ അക്ഷരമായ മായും ഒരുമിച്ച് ചേർത്ത് രാമ മന്ത്രം. ഭഗവാനെ എന്തായാലും ചുരുക്കിയില്ലേ ശകലം കൂടി. ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും. ഓം. അതും ജപിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞവരാണ് നിരീശ്വരവാദികളും യുക്തിവാദികളുമായി മാറിയത്. ഒരു അക്ഷരം പോലും ജപിക്കാൻ കഴിയാതെ ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം. ബൈബിൾ കാണാത്ത ക്രൈസ്തവരില്ല, ഖുറാൻ കാണാത്ത മുസൽമാനില്ല, ഭാഗവതം കാണാത്ത ഹിന്ദുക്കൾ ധാരാളമുണ്ട്. 51ാമത്തെ വർഷത്തെ സപ്താഹയജ്ഞമാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴും നമ്മൾ പറയും 51 പേർ ഭാഗവതവുമായി ഇരിക്കണം. വളരെ പ്രയാസപ്പെട്ടാണ് ആ പ്രദേശത്തുള്ള ഭക്തജനങ്ങളെ ഭാഗവതവുമായി എത്തിക്കാൻ സംഘാടകർ പരിശ്രമിക്കുന്നത്. ഇതുപോലുള്ള സത്രങ്ങളിലൂടെ നേടുന്ന ഒരു ആത്മവീര്യം വളരെ വലുതാണ്. എത്രയോ അനുഭവമുള്ളവരാണ് ഈ വേദികളൊക്കെ പിന്നിട്ടത്, ഇനി വരാനിരിക്കുന്നത്. ഭാഗവതത്തിൻ്റെ ഒരു മഹിമ മനസ്സിലാക്കാൻ ഭഗവാന്റെ 7 ദിവസം, 7 വയസ്സുള്ള ആളിൻ്റെ 7 ദിവസം ഒരു വിരലിൽ പർവ്വതത്തെ കുടയായി ചൂടിയെന്നാണ്. ഗോവെന്നുള്ളതിന് എത്രയോ അർത്ഥമാണ്. സന്ദർഭത്തിനനുസരിച്ചുള്ള അർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ധർമ്മത്തെ വികലപ്പെടുത്തിയവരാണ് കൂടുതലും. പാലിക്കുന്നത് കൊണ്ട് പതി, രമിപ്പിക്കുന്നത് കൊണ്ട് രമണൻ, കാന്തിയുള്ളവനായതുകൊണ്ട് കാന്തൻ, ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ്, പ്രിയപ്പെട്ടവനായതുകൊണ്ട് പ്രിയൻ. 5 ഭർത്താവ്. ഭർത്താവ് എന്നുള്ളതിന് വിദേശിക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ ഹസ്ബൻഡ്. ഭാര്യ എന്ന് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ വൈഫ്. സൂര്യൻ അവർക്ക് പറയാൻ സൺ എന്ന ഒറ്റ വാക്കേ ഉള്ളൂ. അത് SUN ആണോ ON ആണോ എന്ന് നമ്മളെടുത്ത് ചോദിക്കണം. അപ്പോഴാണ് UN ആണെങ്കിൽ സൂര്യൻ, ON ആണെങ്കിൽ മകൻ. ഇവിടെ എത്രയോ അർത്ഥങ്ങളാണ്. നവജാത ശിശു പിറന്നു, കാണാൻ വരണം എന്ന സംസ്കൃത അധ്യാപകൻ കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരൻ വന്നു, കുഞ്ഞിനെ കണ്ടു. 8 കുട്ടികളെയും കൂടെ കാണാതെ ഞാൻ പോയില്ല എന്ന് പറഞ്ഞു. വന്ന ആള് അങ്ങാടിക്കടയിൽ നവധാന്യം എടുത്ത് കൊടുക്കുന്ന ആളായി. നവജാത ശിശു പുതിയ ശിശുവാണ്. നവധാന്യം 9 ധാന്യമാണ്. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം മാറും. പുരാണങ്ങളിലെ, വേദങ്ങളിലെ, ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളുടെ അർത്ഥം വിശദമാക്കുന്ന ഡിക്ഷണറി നിരുക്തമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഏത് വാക്കിന് ഏത് സന്ദർഭത്തിനനുസരിച്ച് ഏതർത്ഥം. മോനെ പുരയിടത്തിൽ പൈ കയറിയ മക്കളെ നോക്കാൻ പറഞ്ഞാൽ പൈയുടെ അർത്ഥം പശുവാണ്. പോക്കറ്റിൽ പൈ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പശുവല്ല, പൈസയാണ്. തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അന്നദാനമൊക്കെ ഉണ്ട്. പയ്യയുടെ കടയിൽ പോയി ഒരു കരി വാങ്ങി പെരുമ്പാവൂർന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ പയ്യൻ പ്രദേശിൻ്റെ കടയാണ്. പശുവുമല്ല പൈസയുമല്ല. ഇതെല്ലാം കേട്ട കുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ മാത്തമാറ്റീഷ്യൻ ക്ലാസ് എടുക്കുകയാണ്. പൈ ഈസ് ഈക്വൽ ടു 3.14 ആണ്. പൈസയുമല്ല, പശുവുമല്ല, കട നടത്തുന്ന ആളിൻ്റെ പേരുമല്ല. അപ്പം സന്ദർഭത്തിനനുസരിച്ച് പുരാണങ്ങളിലെ വാക്കുകളുടെ അർത്ഥത്തിന് മാറ്റം വരും എന്ന നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത് നമുക്ക് അമ്പലത്തിൽ പറഞ്ഞു തരാൻ ആളില്ലാഞ്ഞതിൻ്റെ ഒരു കുറവ് നമ്മെ നന്നായി ബാധിച്ചു. ക്ഷേത്രത്തിൽ വന്നാൽ എങ്ങനെ നമസ്കരിക്കണം, നമസ്കരിച്ചിട്ട് എന്തിനാണ് ഇടത്തോട്ട് പോകുന്നത് പ്രദക്ഷിണം ചെയ്യാൻ, വലത്തോട്ട് പോകാത്തത് എന്താണ്?
തിരുമേനിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രസാദം വാങ്ങണം, ഏത് കയ്യിൽ വാങ്ങി ഏത് കയ്യിൽ വെച്ചിട്ട് ഏത് വിരൽ കൊണ്ട് ഏതേത് ഭാഗങ്ങളിൽ തൊടണം, ചന്ദനം തൊടുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, കുങ്കുമം തൊടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്, ഭസ്മം ധരിക്കുന്നതിൻ്റെ സവിശേഷത എന്താണ്, ഹോമങ്ങൾ കഴിഞ്ഞാൽ കറുകയും നെയ്യുമൊക്കെ ചേർത്ത് കറുത്ത നിറത്തിലുള്ള കരിപ്രസാദം തൊടുന്നത് എന്തിനാണ്, മഞ്ഞൾ പ്രസാദം തൊടുന്നത് എന്തിനാണ്, നിലവിളക്കിൽ എത്ര തിരിയിട്ട് കത്തിക്കണം, എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കണം, കത്തിച്ച തീപ്പെട്ടിക്കുള്ളി എവിടെ കളയണം, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പം ഇത് അറിയിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും ശങ്കരാചാര്യസ്വാമികളും ഒക്കെ വിഭാവനം ചെയ്ത ഒരു ദർശനമുണ്ട്. അത് ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാഞ്ഞതിൻ്റെ കുറവ് നമ്മെ നന്നായി ബാധിച്ചു. ഗ്രന്ഥങ്ങൾ ഒരു പേജെങ്കിലും ഒരു ദിവസം വായിക്കാത്തതിൻ്റെ കുറവ് നമ്മെ നന്നായി ബാധിച്ചു. ഭാഗവതവും രാമായണവും ശിവപുരാണവും ദേവീ ഭാഗവതവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതാണെന്ന് ശക്തമായി നിർദ്ദേശിക്കാൻ നമുക്ക് ആളില്ലാതെ പോയി. ഉണ്ടെങ്കിൽ ഒരു പേജ് ഒരു ദിവസം വായിക്കാൻ നമുക്ക് സാധിക്കാതെയായി. ആ കുറവുകളൊക്കെ പരിഹരിക്കുന്നത് വാസ്തവത്തിൽ ഇതേപോലെയുള്ള സത്രങ്ങളിലൂടെയും സപ്താഹയജ്ഞങ്ങളിലൂടെയും ഒക്കെ തന്നെയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ പവിത്രത ഒരു വെള്ളപ്പട്ടിൽ ഒരു രാമായണവും, ഒരു മഞ്ഞപ്പട്ടിൽ ഒരു ഭാഗവതവും, ഒരു നീലപ്പട്ടിൽ ഒരു ശിവപുരാണവും, ഒരു ചുവന്ന പട്ടിൽ ഒരു ദേവീ ഭാഗവതവും ഒക്കെ നിർബന്ധമായും നമ്മുടെ വീട്ടിൽ വേണം എന്നൊരു തോന്നൽ അടുത്ത തലമുറയ്ക്ക് ഇനി ഉണ്ടാക്കി കൊടുക്കണ്ടേ. നമ്മുടെ ഈ കാലം കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ ഏറ്റെടുത്ത് നടത്തേണ്ട ഇതേപോലെയുള്ള ചടങ്ങുകൾ, ക്ഷേത്രകാര്യങ്ങൾ ഒക്കെ അവരെ കൂടി കൂടുതൽ സജ്ജരാക്കാൻ, ഇതൊരു പരമസത്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ, നാമം ജപിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവാനുള്ള ഉപാധി കൂടിയായി ഇങ്ങനെയുള്ള സത്രങ്ങൾ മാറുമ്പോൾ അതിന് കൂടുതൽ പവിത്രത ഉണ്ടാവുന്നു. നമ്മുടെ വാഹനമാണ്, നമ്മൾ റോഡിൽ പോകുന്നു, ഒരു അധികാരി കൈ കാണിക്കുന്നു, RC ബുക്ക് ഇല്ല, ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, വണ്ടിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതനുസരിക്കുന്നു മനുഷ്യൻ. ജനിച്ച തിഥി അറിയില്ല, ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ അറിയില്ല, ജനിച്ച ഏത് പക്ഷത്തിലാണ്, കറുത്ത പക്ഷം വെളുത്ത പക്ഷം അതും അറിയില്ല. എന്തറിയാം? 18/8/1988. മലയാള മാസം അറിയില്ല, ഇല്ല, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആര് പറയുകയാണ്? കൊടിമരച്ചുവട്ടിലിരിക്കുന്ന അഷ്ടദിക്പാലകന്മാരും അകത്തിരിക്കുന്ന സപ്തമാതാക്കളും. അഷ്ടമി രോഹിണി എന്നാണ് പറയുക. അപ്പം രോഹിണിയേക്കാൾ പ്രാധാന്യം തിഥിക്കാണ്. ശ്രീരാമൻ നവമി, പുണർത്തിനേക്കാൾ പ്രാധാന്യം ശ്രീരാമേന്ദ്ര ഭഗവാന്റെ നവമിക്കാണ്. നിങ്ങളുടെ തിഥി അറിയില്ല, എത്ര വയസ്സായിട്ടും അറിയില്ല. അറിയണ്ടേ? അറിയണം. അപ്പം പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, കറുത്തവാവ്, വീണ്ടും ആവർത്തിക്കുന്നു വെളുത്തവാവ്, 14 28 പൗർണമിയും അമാവാസിയും ഉൾപ്പെടെ രണ്ടും കൂടി ചേർത്ത് 30. കൃഷ്ണപക്ഷം, ശുക്ലപക്ഷം, വെളുത്തപക്ഷം, കറുത്തപക്ഷം. ഇന്നിപ്പോൾ ദശമിയാണ്. ദശമി നക്ഷത്രത്തിലാണ് നമ്മുടെ കുഞ്ഞ് ജനിച്ചതെങ്കിൽ നിശ്ചയമായും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുറ്റത്തെത്തി വെളുത്തപക്ഷത്തിലെയും കറുത്തപക്ഷത്തിലെയും ദശമിക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു ആയുർസൂക്ത പുഷ്പാഞ്ജലിയും നടത്തണം. ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണെങ്കിൽ മാസത്തിൽ 4 തിങ്കളാഴ്ചയുണ്ട്. ആദ്യത്തെ തിങ്കളാഴ്ച ഒരുപടി പൂവ്, രണ്ടാമത്തെ തിങ്കളാഴ്ച ഒരു തുടം എണ്ണ, മൂന്നാമത്തെ തിങ്കളാഴ്ച ഒരു കർപ്പൂരം, നാലാമത്തെ തിങ്കളാഴ്ച ഒരു ചന്ദനത്തിരി. നക്ഷത്രം അനിഴമാണെങ്കിൽ അന്നൊരു നിവേദ്യം. 30 ദിവസത്തിൽ എത്ര ദിവസമായി? 2 തീയതി 4 ദിവസം ഒരു നക്ഷത്രം. എത്രയായി? 7. 30 7 മതി ജയിക്കാൻ. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സും റാങ്കും ഒന്നും വേണ്ട. ജീവിതത്തിൽ ഞങ്ങളെ തോപ്പിക്കരുത്. അതിന് കൃത്യമായി ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ദൈവീ ഭാഗവതവും ശിവപുരാണവും ഏതെങ്കിലും ഒന്ന് നമ്മുടെ വീട്ടിൽ വേണം. ഫിസിക്സോ മാത്തമാറ്റിക്സോ ബയോളജിയോ കെമിസ്ട്രിയോ എടുത്തൊരു BSc വേണം. സംസ്കൃതമോ മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ എടുത്തൊരു BA വേണം. പിന്നെ MAയും സെറ്റും നെറ്റും ഒക്കെ ആയിക്കോട്ടെ. ഒരു മിനിമം ആധ്യാത്മിക യോഗ്യത നമ്മുടെ കുടുംബങ്ങളിൽ വേണം. പാടിനുള്ള വഴിയായി വഴിപാട് നടത്തണം. ഒരു ഗ്രന്ഥം ഒരു പേജ് ഒരു ദിവസം വായിക്കണം. ഇത് നമ്മുടെ ജീവിതചര്യയായി മാറാൻ, അത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ യൂണിവേഴ്സിറ്റികളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വന്നിരുന്ന നാമം ജപിച്ചവരെ ഒന്നും ഈ മണ്ണ് മറന്നുപോയിട്ടില്ല. അവർ നശിച്ചിട്ടില്ല. അവരുടെ കുലം നശിച്ചു പോയിട്ടില്ല.
കുലം ഒരു 7 തലമുറയാണ്. അച്ഛൻ്റെ തറവാട് ദേവത, അമ്മയുടെ തറവാട് ദേവത, വീടിനടുത്തുള്ള ദേവത, ദേശദേവത. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മഹാക്ഷേത്രങ്ങളിലേക്ക് പോയാൽ മതി. LPS, UPS, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വരാതെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നതുകൊണ്ട് കാര്യമില്ല. ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വരാതെ ആറ്റുകാൽ പോയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ വരാതെ ഒരാൾ ആറ്റുകാൽ ചെല്ലുമ്പോൾ ആറ്റുകാൽ ദേവി കമ്പ്യൂട്ടറിൽ നോക്കും, മൊഡേൽ തൃക്കൈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടാണോ ഇവരിവിടെ വന്ന് നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറിയിട്ടില്ല. LPS പോകാത്ത ഇവർ ഹൈസ്കൂളിൽ അഡ്മിഷൻ നിൽക്കുകയാണെന്ന് പറയും. അവിടെയും ആബ്സെൻ്റ് ഇടും. അപ്പം നമ്മുടെ ദേവാലയത്തിന് ഒരു ഈശ്വരീയ പരിവേഷം വരുത്തിയത് ആ പ്രദേശത്തെ ഭക്തജനങ്ങളും അതറിഞ്ഞ ഇതേപോലെ ഒരു വലിയ ആരാമത്തിലേക്ക് പുഷ്പത്തിൻ്റെ തേൻ നുകരാൻ വരുന്ന വണ്ടുകളുമാണ്. അറിഞ്ഞു വരുന്ന ഭക്തജനങ്ങളും ആ ദേശത്തുള്ള ഭക്തജനങ്ങളും ഇതേപോലെയുള്ള മഹാദേവാലയങ്ങളിലിരുന്ന് ഈശ്വരൻ്റെ കാര്യം 10 ദിവസം ചർച്ച ചെയ്യുമ്പോൾ പഞ്ചപ്രാണനും ഉപപ്രാണനും, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ, നാഗൻ, കൂർമ്മൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ ശുദ്ധമാകും. അത് ശുദ്ധമാക്കുന്നത് ശരീരത്തെ അല്ല, മനസ്സിനെയാണ്. എന്നാൽ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ ഇല്ലതാനും. ആ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് എല്ലാം. അത് ലോകത്തിന് കാഴ്ചവെച്ച മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി അവതാരങ്ങളെ 10 ദിവസങ്ങളിലൂടെ അറിയുമ്പോൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുവാൻ ധാർമ്മികമായ ഒരവകാശം നമ്മൾ നേടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിൻ്റെ റെക്കോർഡ് അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ എൻ്റെ വാഹനമാണെന്ന് പറയാൻ അനുവാദമില്ലാതെ സ്വന്തം വാഹനം റോഡിൽ ഇട്ടിട്ട് അന്യനാവുന്ന അവസ്ഥ. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ആചരിക്കാതെ, അനുഷ്ഠിക്കാതെ, പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് ജീവിതമാകുന്ന വാഹനം മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്നതിനെ ദൂരീകരിക്കാൻ ഇതേപോലെയുള്ള യജ്ഞങ്ങൾ ആവശ്യമാണ്. അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും വേണം. രാവിലെ എഴുന്നേറ്റാൽ ബൈബിളുമായി ഞായറാഴ്ച കുടുംബസഹിതം പള്ളിയിലേക്ക് പോകുന്ന ക്രൈസ്തവർ, പിയൂണായാലും ജില്ലാ കളക്ടറായാലും വെള്ളിയാഴ്ച 12 എന്നൊരു സമയമുണ്ടെങ്കിൽ നിസ്കരിക്കുന്ന മുസ്ലിം പുരുഷന്മാർ. ഞാൻ എൻ്റെ ഒരു ആധ്യാത്മികമായ എളിയ അനുഭവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുക്കളിൽ 90% നിരീശ്വരവാദികളായത് ഈ ഗ്രന്ഥം വായിക്കാത്തത് കൊണ്ടും നാമം ജപിക്കാത്തത് കൊണ്ടും അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമാണ്. ഈശ്വര നിഷേധികളായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാം. ഈ വക കാര്യങ്ങൾ ധാർമ്മികമായി അനുഷ്ഠിക്കാൻ സമയം കണ്ടെത്താത്തവർ, ഭാര്യ അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമല്ലാത്ത ഭർത്താക്കന്മാർ, മകൻ നാമം ജപിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഹിരണ്യകശിപുമാർ, അല്ല അച്ഛന്മാർ, ഇത് നമ്മുടെ സമൂഹത്തിൽ കൂടിയതിന് കാരണം ഈ ഗ്രന്ഥത്തെ അറിയാത്തത് കൊണ്ടും ദേവാലയത്തിൽ വന്നൊരു 41 ദിവസമെങ്കിലും തൊഴാത്തത് കൊണ്ടും ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തത് കൊണ്ടുമാണ്. ആ കുറവ് പരിഹരിക്കാൻ ഇതുപോലുള്ള സത്രങ്ങളിലൂടെ സാധിക്കും. നല്ലതുപോലെ ഈ ധർമ്മത്തെ അറിയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈശ്വരനില്ലെന്ന് പറയാൻ സാധിക്കും? ചന്ദ്രനിലേക്ക് 500 കോടി രൂപ മുടക്കി ചന്ദ്രായനം അയച്ച സോമനാഥ് സാറ് നമ്മുടെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ മാസം തൊഴാൻ വരുന്ന ആളാണ്. വൈദ്യനൊക്കെ അറിയാം. ശാസ്ത്രം എത്രയോ അകലെയാണ്. നാമം ജപിക്കുന്നത് കൊണ്ടാണ്, കുടുംബസഹിതം ഈശ്വരനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഈശ്വരൻ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതെന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത ശാസ്ത്രജ്ഞന്മാർ. ധാർമ്മികമായ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളുടെ വിശ്വാസ്യതയെ അറിയിച്ചു കൊടുക്കാൻ ഇതുപോലെ വേദികളിൽ വന്നിരുന്നത് കേൾക്കാൻ കഴിയാത്ത ഒരു സമൂഹമാണ് നിരീശ്വരവാദികളായും യുക്തിവാദികളായും മാറുന്നത്. ഇപ്പം സപ്തധാതുക്കൾ, 7 വയസ്സുള്ള ഭഗവാന്റെ 7 ദിനങ്ങളാണ് ഗോവർദ്ധന ഉദ്ധാരണം എന്ന് നമുക്കറിയാം. രസം, രക്തം, അസ്ഥി, മജ്ജ, ശുക്ലം, മാംസം, മേധസ്. ഈ സപ്തധാതുക്കൾ ജനിച്ചപ്പോൾ തന്നെ ഈശ്വരീയ തലത്തിൽ അനുഷ്ഠാനങ്ങളോടുകൂടി ആചരണങ്ങളോടുകൂടി ജീവിച്ച മാതാപിതാക്കൾക്ക് ദുഷ്ടർക്ക് കാലനായും ശിഷ്ടന്മാർക്ക് ഈശ്വരനായും അവതരിച്ച, അവതാരത്തിൻ്റെ അർത്ഥം കമ്മിങ് ഡൗൺ എന്നാണ്, താഴോട്ടിറങ്ങി വന്നത്. മാനത്തിന് താഴെ അവമാനം, ലക്ഷണത്തിന് താഴെ അപലക്ഷണം, നക്ഷത്രങ്ങളെ പോലെ അത്യുന്നതങ്ങളിൽ കത്തിജ്വലിച്ച് നിൽക്കേണ്ട വ്യക്തിത്വങ്ങൾ താഴേക്കിറങ്ങി വന്നൊരു സാധാരണ മാതാപിതാക്കളുടെ മകനായി
ഒരു സഹോദരൻ്റെ ജ്യേഷ്ഠനായി അല്ലെങ്കിൽ അനിയനായി, ഒരു ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവായി, ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി, ദുഷ്ടാത്മാക്കൾക്ക് ഇഷ്ടമില്ലാത്തവനായി, ശിഷ്ടാത്മാക്കൾക്ക് ഇഷ്ടമുള്ളവനായി മാറിയ ഒരാളിൻ്റെ ചരിത്രത്തെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരാളിന് ഈശ്വരവിശ്വാസി ആകാതിരിക്കാൻ സാധിക്കില്ല. ആ ഭഗവാൻ പിറന്നപ്പോൾ തന്നെ തൻ്റെ വിശ്വരൂപം അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ഇനി ഈ വിശ്വരൂപം മറച്ചിട്ട് അച്ഛൻ എന്നെ എടുത്ത് അമ്പാടിയിലേക്ക് കൊണ്ടുപോകണം, അവിടെ ചെന്നിട്ട് ദേവിയെ ഇവിടേക്ക് കൊണ്ടുവരണം, ബാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ച് വേണ്ടത് ചെയ്യാം എന്ന് ജനിക്കുന്ന സമയത്തെ പറയുന്ന ഒരു ഭഗവാനെയാണ് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്നത്. എങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും എന്ന് ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കംസൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ കൂർക്കം വിളിയുടെ ശക്തി കൊണ്ട് തന്നെ കുഞ്ഞും അച്ഛനും കൂടി അകത്തേക്ക് പോകുമോ എന്ന് ശങ്കിക്കുന്ന വസുദേവർ നദി കടന്ന് എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുമ്പോൾ മോളെ കണ്ണൻ്റെ എഴുന്നള്ളത്തിന് വഴിമാറി കൊടുക്കൂ എന്ന് സൂര്യൻ്റെ മകളായ കാളിന്തിയോട് പറയുന്ന സൂര്യൻ അവിടെ ചെല്ലുന്നു. പെൺകുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരുന്നു. പെൺകുഞ്ഞ് കരയുന്നു. ആൺകുട്ടി കരഞ്ഞില്ലായിരുന്നു. കംസൻ ഏർപ്പെടുത്തിയിരുന്ന ആൾക്കാർ ചെന്ന് പറയുന്നു. കംസൻ വരുന്നു. കുഞ്ഞുങ്ങളെ കൊന്ന് നല്ല എക്സ്പീരിയൻസ് ഉള്ള കംസൻ കുട്ടിയെ സ്പർശിക്കുന്നു, മേലോട്ട് ഉയർത്തുന്നു, കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ദുഷ്ട, നിന്നോട് ഞാൻ എന്ത് പിഴച്ചിടാന്ന് ചോദിക്കുന്നു. ആ തൊട്ടത് കൊണ്ട് തന്നെ, ഭഗവതിയെ കണ്ടതുകൊണ്ട് തന്നെ കംസൻ രക്ഷപ്പെടുന്നു. നേരത്തെ തിരുമേനിമാർ അത് സൂചിപ്പിച്ച് കാണുമല്ലോ. ഭഗവതിയുടെ സ്പർശനത്താലും ദർശനത്താലും കംസൻ നല്ലവനാകുന്നു. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്നതുപോലെ പിന്നെയും ദുർമന്ത്രിമാരുടെ വാക്കുകൾ കേട്ട് പഴയ പടിയിലേക്ക് തിരിച്ചു പോകുന്നു. ആ സമയത്ത് ഈ കുട്ടി ഇനി ഇവിടെ വളർന്നാൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് നമുക്ക് സ്ഥലം മാറാം എന്ന് ഉപനന്ദൻ പറയുന്നു, കേൾക്കുന്നു. അവിടെയും കംസന്റെ അനുയായികൾ വെറുതെ വിടുന്നില്ല. വളരെ ബുദ്ധിമുട്ടി കുഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്നു. വൃന്ദാവനത്തിലാണ് ഇപ്പോൾ. വൃന്ദാവനത്തിലൊരു യോഗം നടക്കുന്നു. അതിൻ്റെ ഉപദേശ സമിതി ചെയർമാൻ നന്ദഗോപരാണ്. അച്ഛൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാ പ്രാവശ്യവും ദേവേന്ദ്രന് ഒരു പൂജ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ആ പൂജ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയുള്ള യോഗമാണ് മോനെ. 101 പേർ കൂടിയിട്ടുണ്ട് ക്ഷണപ്രകാരം. ഭഗവാൻ അവരെല്ലാം കേൾക്കെ പറയുന്നു, ഈ പ്രാവശ്യം ദേവേന്ദ്രന് പൂജ വേണ്ട. ചാനൽക്കാരും പത്രക്കാരും എല്ലാം ഉണ്ട്. ദേവേന്ദ്രന്റെ പൂജ മുടക്കിയത് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് അവർ പെട്ടെന്ന് വാർത്ത പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണ് ഫ്ലാഷ് ന്യൂസിന്റെ ഉത്ഭവം. ദേവേന്ദ്രന്റെ പൂജ മാറ്റിയത് ശ്രീകൃഷ്ണൻ. പകരം ആരെ പൂജിക്കാൻ പോകുന്നു? നമ്മുടെ കുലദേവത ഗോവർദ്ധന പർവ്വതമാണ്. ഈ പ്രാവശ്യത്തെ പൂജ ഗോവർദ്ധനത്തിന് മതി. പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച, പ്രകൃതിയിൽ പർവ്വതത്തിൻ്റെയും മരങ്ങളുടെയും വൃക്ഷലതാദികളുടെയും ഒക്കെ പ്രാധാന്യത്തെ ലോകത്തിന് അറിയിച്ചു കൊടുത്ത ആദ്യത്തെ ആൾ ശ്രീകൃഷ്ണ ഭഗവാനാണ്. പരിസ്ഥിതി വകുപ്പൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം അത് അറിയിച്ചു കൊടുത്തു. നമ്മുടെ കുലദൈവം ഇപ്പോൾ ഗോവർദ്ധന പർവ്വതമായതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചാൽ മതി. ദേവേന്ദ്രൻ അറിഞ്ഞു. ദേവേന്ദ്രൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഫ്ലാഷ് ന്യൂസ് കണ്ടു. തൻ്റെ പൂജ മാറ്റി ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നു. ഇവിടെ മേഘങ്ങൾ വന്നു. നിങ്ങളുടെ ശത്രുവായ പർവ്വതത്തെ പൂജിക്കുന്നത് കൊണ്ട് അമ്പാടി, വൃന്ദാവനം, ഗോവർദ്ധന പർവ്വതത്തിന് സമീപത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും നിങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുക്കണം. ദേവേന്ദ്രന്റെ അറിയിപ്പ് കേട്ട മേഘങ്ങൾ വൃന്ദാവനം മുഴുവൻ വെള്ളം മുക്കി. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ, ഈ കൊച്ചു പയ്യൻ പറയുന്നൊന്നും കേട്ട് പൂജ മാറ്റണ്ട. എല്ലാ വർഷവും നടത്തുന്ന ചടങ്ങ് മാറ്റിയപ്പോൾ ദേവേന്ദ്രൻ കോപിച്ചതുകൊണ്ട് ഈ വൃന്ദാവനമാകെ മുങ്ങി തകർന്ന തരിപ്പണമായിരിക്കുന്നു. പകരം പർവ്വതത്തെ പൂജിച്ചു. എന്ത് പ്രയോജനമുണ്ടെന്ന് അന്ന് പൂജ ഭഗവാൻ മാറ്റാൻ പറഞ്ഞപ്പോൾ മാറ്റണ്ട എന്ന് പറഞ്ഞവരെല്ലാം നേതാക്കന്മാരായി. നന്ദഗോപരോടൊപ്പം 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നതിനെ അനുകൂലിക്കാൻ. ഇന്നത്തെ പോലെ നന്മയോട് ചേരാൻ അന്നും കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ദേവേന്ദ്രനോടൊപ്പമായിരുന്നു. ഭരിക്കുന്ന വർഗത്തോടൊപ്പം ചേർന്ന് നിന്നാൽ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് ധരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ ഇന്നും അന്നും അതുപോലെ തന്നെ ഉണ്ടായി. എന്തായാലും പൂജ മാറ്റിവെച്ചതിനെ എതിർത്ത ആളുകൾ മഴ പെയ്തപ്പോൾ ഭഗവാനെ കുറ്റക്കാരനാക്കിക്കൊണ്ട്
നന്ദഗോപരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഈ പൂജ മാറ്റിവെച്ചതാണ് കാരണം, ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ബലരാമസ്വാമി ചെന്ന്, കണ്ണാ ഈ പൂജ മാറ്റിവെച്ചത് കൊണ്ടാണ് ഈ വൃന്ദാവനം ഇങ്ങനെ മുങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ആ ചേട്ടനും എന്നെ അങ്ങനെ ധരിക്കുന്നു. കഴിഞ്ഞ അവതാര കാലത്തെ അനിയനാണല്ലോ ഇപ്പൊ ചേട്ടനായി വന്നത്. കഴിഞ്ഞ അവതാര കാലത്ത് അനന്തൻ അനിയനായിരുന്നു, ഇപ്പൊ ജ്യേഷ്ഠനാണ്. അന്ന് രാമ എന്ന് വിളിച്ചതിന് ഇപ്പൊ രണ്ടക്ഷരവും കൂടി ചേർത്ത് ചേട്ടനെ വിളിച്ചു ബലരാമ. ആലോചിച്ച് നോക്കൂ. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ പർവ്വതത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും പർവ്വതത്തെ മെല്ലെ കൈകൊണ്ടൊന്നുയർത്തുകയും അടിയിലൂടെ വെള്ളമെല്ലാം ഒഴുകി പോകുകയും, തെളിഞ്ഞോ ഭാസ്കരൻ എന്നാണ് ഭാഗവതത്തിലെ വരികൾ. മഴയില്ല, വൃന്ദാവനമാകെ ജലം ഒഴിവായി സൂര്യപ്രകാശത്തിൽ തങ്ങി നിൽക്കുമ്പോ ഒരു വിരലിൽ 7 ദിവസം കുടയായി ചൂടിയപ്പോ, ഗോവ് എന്നതിന് ജ്ഞാനം എന്നുകൂടി അർത്ഥമുണ്ട്, അറിവ് എന്നുകൂടി അർത്ഥമുണ്ട്. ഭഗവാന്റെ കൈവിരലിൽ നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിന്റെ ചുവട്ടിലേക്ക് ധാരാളം ആളുകൾ വരികയും, കണ്ണാ നീ പൂജ മാറ്റി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വൃന്ദാവനം മുങ്ങിപ്പോയതെന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നിന്റെ കൂടെ വരാഞ്ഞതെന്നും നീ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നും കുട്ടികൾ പറഞ്ഞപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുത്തം വന്ന ഒരു യുവാവിനെ പോലെ ഭഗവാൻ നടത്തുന്ന ഈശ്വരീയ ധർമ്മത്തിന്റെ പ്രസരണമാണ് ഗോവർദ്ധന ഉദ്ധാരണത്തിലൂടെ ഇന്ദ്രദർപ്പഹരണം എന്ന അധ്യായത്തിലൂടെ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നു. ഇന്ദ്രന്റെ അഹന്തയെ തീർത്ത് നിങ്ങൾ കാണുന്നുണ്ടോ വൃന്ദാവനത്തിലെ ആളുകളെല്ലാം ഭഗവാനെ പൂജിക്കുന്നത് എന്ന് ഇന്ദ്രാണി ചെന്ന് ചോദിച്ചപ്പോ, വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാനെ നാട്ടുകാർ ഓടിച്ച് കാണുമെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചു കിടന്ന ദേവേന്ദ്രൻ ലൈവായി വൃന്ദാവനം ശ്രീകൃഷ്ണ ഭഗവാനെ പൂജിക്കുന്നത് കണ്ട് ഇന്ദ്രാണിയോട് ദേവേന്ദ്രൻ, ഇത് പണ്ടെങ്ങാനും നടന്നത് കാണിക്കുകയാണോ ഇന്ദ്രാണി എന്ന് ചോദിച്ചപ്പോ, പണ്ട് നടന്നത് കാണിച്ചാൽ ലൈവ് എന്ന് കാണിക്കുമോ, പണ്ട് നടന്നത് കാണിച്ചാൽ ഫയലെന്നല്ലേ കാണിക്കൂ എന്ന് ഇന്ദ്രാണി പറഞ്ഞു കൊടുത്തപ്പോ തനിക്ക് തൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയ ദേവേന്ദ്രൻ നേരെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വന്ന് മാപ്പ് പറയുന്ന അവസ്ഥ ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ ധിക്കാരിയായി അവൻ അങ്ങനെ എൻ്റെ പൂജ മാറ്റിവെച്ചത് മരണത്തിന്, അവൻ മരിക്കുന്നതിന് കാരണമാകുമെന്നു വരെ പറഞ്ഞ ദേവേന്ദ്രൻ ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള വലിപ്പം ആനയുടെ വലിപ്പമാണെന്നറിയാതെ തൻ്റെ വലിപ്പമാണെന്ന് ധരിച്ച ദേവേന്ദ്രൻ മാപ്പ് പറഞ്ഞ് ഭഗവാനെ പൊറുക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, തൻ്റെ അഹന്ത മാറ്റാൻ ഇതൊരു കാരണമായത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ പഠിക്കേണ്ടതല്ലേ. കാളിയൻ്റെ അഹന്ത മാറ്റിയ, ബ്രഹ്മാവിൻ്റെ അഹന്ത മാറ്റിയ, ദേവേന്ദ്രൻ്റെ അഹന്ത മാറ്റിയ ഭഗവാന് നമ്മൾ എത്രയോ നിസ്സാരം എന്ന് ചിന്തിക്കാനും, ഭക്തിയിൽ അല്പം ഈശ്വര സാന്നിധ്യവും ഈശ്വര അനുഗ്രഹവും ഒക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് അഹന്ത. പാടത്ത് വിള വളരുമ്പം വിളയുടെ കൂടെ കളയും വളരും, കള കളഞ്ഞാലേ വിളവെടുക്കാൻ സാധിക്കൂ എന്ന് പഠിപ്പിക്കുന്ന ഭഗവാൻ, പേരിട്ട ഗർഗമുനിയും പഠിപ്പിച്ച സാന്ദീപനിയും ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ഭഗവാൻ, കുലഗുരുവായ വസിഷ്ഠനും ശിക്ഷാഗുരുവായ വിശ്വാമിത്രനും രാവണനെ കൊല്ലാൻ ആദിത്യഹൃദയം മന്ത്രം പറഞ്ഞു കൊടുത്ത അഗസ്ത്യമുനിയും ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ, സ്വന്തം ഗുരുനാഥന് തൻ്റെ വലത് കൈയിലെ പെരുവിരലാണ് ആവശ്യമെന്നറിഞ്ഞപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ മുറിച്ച് ഗുരുവായ ദ്രോണാചാര്യർക്ക് സമർപ്പിച്ച ഏകലവ്യൻ, ഗുരുക്കന്മാരെ കണ്ട ആയുധം താഴെ വെച്ച് എനിക്കിങ്ങനെ ഒരു രാജ്യം വേണ്ടെന്ന് പറഞ്ഞ അർജുനൻ, ഗുരുനാഥന്റെ ഉറക്കത്തിന് ഭംഗം വരുമെന്ന് കരുതി ദേവേന്ദ്രനാകുന്ന വണ്ടിന്റെ ആക്രമണത്തെ കടിച്ചു പിടിച്ച് സഹിച്ചിരുന്ന തുടകളിൽ കൂടി രക്തമൊലിപ്പിച്ച കർണൻ, ഗുരുക്കന്മാരെ ഈശ്വര സേവയിലൂടെ എങ്ങനെ അമ്മയും അച്ഛനും അതിഥിയും ഗുരുവും കഴിഞ്ഞ് ഈശ്വരനുള്ളൂ എന്ന് പഠിപ്പിച്ച ഈശ്വരന്മാർ, അത് മഹാഗണപതി ആയാലും അയ്യപ്പസ്വാമി ആയാലും ശ്രീരാമചന്ദ്ര ഭഗവാനായാലും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും നമുക്ക് പ്രാഥമികമായി പറഞ്ഞു തന്ന ഒരു സംസ്കാരത്തിൻ്റെ ദർശനം അഹന്ത കളഞ്ഞ് വിനയം വളർത്തി
എളിമയും സേവനവും ത്യാഗവും ഗുരുത്വവുമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങൾ എന്ന് കാണിച്ചു തന്ന ഈശ്വരന്മാരെ പൂജിച്ച ധർമ്മമാണ് നമ്മുടെ പുരാണങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത്. ഈ വിഷയം സ്കൂളിൽ പഠിപ്പിക്കില്ല, ഈ വിഷയം കോളേജിൽ പഠിപ്പിക്കില്ല. ഇതെവിടെ മാത്രമേ പഠിപ്പിക്കൂ? ക്ഷേത്രങ്ങളാകുന്ന യൂണിവേഴ്സിറ്റികളിൽ സിലബസ് മാറാത്ത നമ്മുടെ പുരാണങ്ങളിലൂടെ. സിലബസ് മാറാത്ത ഈ പുരാണങ്ങൾ പഠിച്ച് ഈശ്വരനൊപ്പം എത്താൻ ഒരു സാധാരണ മനുഷ്യന് മനസ്സുകൊണ്ട് അവസരം കൊടുക്കുന്ന ധാർമ്മിക ചര്യകളാണ് രാമായണത്തിലെയും ഭാഗവതത്തിലെയും എന്നല്ല എല്ലാ പുരാണങ്ങളിലെയും ഓരോ അധ്യായങ്ങളിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വീട്ടിൽ പറഞ്ഞു കൊടുക്കണം. എത്ര പുസ്തകങ്ങൾ നമ്മൾ അവർക്ക് പഠിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്നു? സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. ഭാഗവതം പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. മറക്കരുത്. പരീക്ഷയ്ക്ക് ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റ് വിഷമിച്ച് നടക്കുന്നു. പരീക്ഷയിൽ തോറ്റ പലരും ജീവിതത്തിൽ വിജയം നേടിയിരിക്കുന്നു. അതിന് കാരണം എന്താ? ഗുരുത്വവും ഈശ്വരാനുഗ്രഹവുമാണ്. ഗുരുത്വം, പുണ്യം, ഭാഗ്യം ഇത് നേടാനാണ് ക്ഷേത്രം. അത് കരസ്ഥമാക്കാനുള്ള തിയറിയാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. ഇത് പഠിക്കാതെ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. മോനെ, പരീക്ഷയ്ക്ക് പഠിക്കാൻ ജയിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരാം, പക്ഷെ അതിന് വാങ്ങിച്ചു തരുന്ന പുസ്തകങ്ങളുടെ 4 അംശം വിലയില്ല ജീവിതത്തിൽ ജയിക്കാനുള്ള ഈ പുസ്തകത്തിന്. പക്ഷേ ഇത് പഠിക്കാതെ മറ്റത് പഠിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല. പണ്ട് പറയില്ലേ അമ്മമാർ, അവനെല്ലാം ഉണ്ടൊരു 3 അക്ഷരത്തിന്റെ കുറവുണ്ടെന്ന്. നമ്മൾ വിചാരിച്ചിട്ടുണ്ട് PhD ആണെന്ന്, പിന്നെ വിചാരിച്ചിട്ടുണ്ട് MSc ആണെന്ന്. എന്താണ് ആ 3 അക്ഷരം? ഗുരുത്വം. അത് ബ്രഹ്മാവിനില്ലാതെ പോയ ഘട്ടത്തിലുണ്ടായ അവസ്ഥ നമ്മൾ കണ്ടു, വത്സസ്തയം. അത് കാളിയൻ ഇല്ലാതെ പോയ അവസരത്തിൽ കാളിയനും കാളിയന്റെ പത്നിമാരും അനുഭവിച്ചത് നമ്മൾ കണ്ടു. അത് ഇന്ദ്രന് ഇല്ലാതെ പോയപ്പോൾ, അഹന്ത വന്നപ്പോൾ ഉള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണോ സാധാരണക്കാരായ നമ്മുടെ കാര്യമെന്ന് നമ്മൾ നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും പറയണം. ഈശ്വരീയമായ ഒരു ധർമ്മത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ സമ്പത്ത് പോരാ, ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസം പോരാ. അതുകൊണ്ടാണ് ബ്രഹ്മസ്തുതിയിൽ ഭക്തനായ ഞാൻ ഈശ്വരീയ ധർമ്മത്തിൽ എത്രത്തോളം വളർന്നു നിൽക്കുന്നു എന്നറിയിച്ചു തന്നത്. സനീഷ് ഈ കർമ്മത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ സനീഷ് സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾക്കൊക്കെ ഞാൻ സമയം കണ്ടെത്തി വരാറുണ്ട്. കാരണം വെൺമണി തിരുമേനിയുടെയും മള്ളിയൂർ തിരുമേനിയുടെയും ഒക്കെ അടുത്ത് വന്നിരുന്ന ഭാഗവതത്തെക്കുറിച്ച് സനീഷ് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈശ്വരീയ ധർമ്മത്തിന്റെ ഒരു മഹിമയിൽ ഗുരുക്കന്മാർ നമുക്ക് പകർന്നു തന്ന ചില ദർശനങ്ങൾ ഒരുമിച്ചൊന്ന് പങ്കിടാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇതേപോലെയുള്ള സത്സംഗങ്ങൾ. എല്ലാവർക്കും അത് സാധിക്കില്ല, പ്രത്യേകിച്ച് കലിയുഗത്തിൽ. നാമം ജപിച്ച് ഈശ്വരനെ അറിഞ്ഞ് ഭക്തിയോടെ, എളിമയോടെ, വിനയത്തോടെ, സേവനത്തോടെ, ത്യാഗത്തോടെ വളരുന്ന ഒരാളിന് ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാവില്ല എന്ന് നമ്മളൊരു സാക്ഷ്യം പറയുന്നത് പോലെയാണ് ഓരോ പ്രഭാഷകന്മാരും വന്ന് ഭഗവാനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, അല്ലേ? അതിനെ നമുക്ക് അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ ബാധ്യതയുണ്ട്. ഈ ധർമ്മത്തെ ചിന്തിക്കുവാനും അത് തേജസ്സോടുകൂടി, വിനയത്തോടുകൂടി, എളിമയോടുകൂടി ഏറ്റെടുക്കാനും കഴിയുന്ന ഒരു തലമുറ ഉണ്ടാവണം. വേണ്ടേ? എല്ലാ ഇലക്ട്രിക് വയറിൽ കൂടിയും കറണ്ട് പോയില്ല. അതറിയാൻ ഇലക്ട്രീഷ്യന് മാത്രമേ സാധിക്കൂ. എവിടെയോ ഉൽപ്പാദിക്കപ്പെടുന്ന കാണാൻ കഴിയാത്ത വൈദ്യുതിയെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി, ഒരു സ്വിച്ച് ഇടുമ്പോൾ കത്തുന്നു ലൈറ്റ്, ഒരു സ്വിച്ച് ഇടുമ്പോൾ കറങ്ങുന്നു ഫാൻ, ഒരു സ്വിച്ച് ഇടുമ്പോൾ വെള്ളം തണുക്കുന്നു ഫ്രിഡ്ജ്, ഒരു സ്വിച്ച് ഇടുമ്പോൾ ഇലക്ട്രിക് ആൻഡ് ചൂടാവും, യൂണിഫോം കുട്ടികൾ തേക്കുന്നു. ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു വൈദ്യുതിയാണ്. അപ്പൊ കത്തിക്കാനും കറക്കാനും തണുപ്പിക്കാനും ചൂടാക്കാനും ഈശ്വരീയ ധർമ്മത്തിൽ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് അടുത്ത തലമുറയെ അറിയിച്ചു കൊടുക്കാൻ ഇതേപോലെയുള്ള സത്രങ്ങൾ ഭഗവാന്റെ തിരുമുറ്റത്ത് അത്യന്താപേക്ഷിതമാണ്. അതിങ്ങനെ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഒരു ഭഗവാന്റെ മുറ്റത്ത് സംഘടിപ്പിക്കുവാനും അതിൽ എല്ലാവരും സമയവും സൗകര്യവും സമ്പത്തും സന്മനസ്സും ഒക്കെ അർപ്പിക്കാനും കഴിഞ്ഞത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണ്. ഈ ദേശത്ത് താമസിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളത് ബൈജുവും അശോകനും ഒക്കെ കൂടി പറഞ്ഞു, എത്രയോ ഉൾപ്രദേശത്താണ്, എങ്കിലും അകത്ത് വന്നിരിക്കുമ്പോൾ നല്ല സത്സംഗം, ചിട്ടയോടെ അത് ക്രമീകരിക്കാൻ ഒരു സംഘം,
അതിന് അവരവരാൽ കഴിയുന്ന നിലയിൽ സന്മനസ്സോടുകൂടി അർപ്പിക്കുവാൻ കഴിയുന്ന മനസ്സ്, ഇത്രയുമാകുമ്പോൾ ജീവിതം വിജയിച്ചു. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയാണ് നമ്മുടെ ഡെപ്പോസിറ്റ്. നമ്മൾ ബാങ്കിലിട്ടിരിക്കുന്ന പണമോ നമ്മൾ മറ്റ് കാര്യങ്ങൾക്ക് ചെലവഴിച്ച സമയമോ ഒന്നുമല്ല. കലിയുഗത്തിൽ ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടെന്ന് ഗുരുക്കന്മാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സമയം, 4 വാക്ക് മറക്കരുത്: സമയം, സൗകര്യം, സമ്പത്ത്, സന്മനസ്സ്. ഇത് ഈശ്വര കാര്യങ്ങളിൽ അർപ്പിക്കുമ്പോൾ 4 കാര്യങ്ങൾ ഒഴിവാക്കി തരും. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒഴിവാക്കി തരാൻ പറ്റാത്ത 4 കാര്യങ്ങൾ. എന്തൊക്കെയാ അത്? ദുരിതം, ദുഃഖം, ദാരിദ്ര്യം, ദുരന്തം. 4 വാക്ക്: ദുരിതം, ദുരന്തം, ദുഃഖം, ദാരിദ്ര്യം. ഒഴിവാക്കി തരാൻ സമർപ്പിക്കപ്പെടേണ്ടത് സമയം, സൗകര്യം, സമ്പത്ത്, സന്മനസ്സ്. ഇത് 4 കൂടി ആകുമ്പോൾ സമർപ്പണമായി. സമർപ്പണത്തിന് മുന്നിൽ വന്നിരിക്കുന്ന നെല്ലിനെ നോക്കൂ. നെല്ലിൽ നിന്ന് അരി, അരിയിൽ നിന്ന് മലര്, മലരിൽ നിന്ന് അവല്, അവലിൽ നിന്ന് ധനം, പിന്നെ ധാന്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കും. ഈ നെല്ല് ഇവിടെ വന്നിരിക്കാൻ പെട്ട പാടോർത്താൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. പാടത്ത് നിന്നപ്പോൾ പതിര് പറഞ്ഞു, നീ കീപ്പോട്ട് പോകുന്ന ആളും ഞാൻ മേപ്പോട്ട് പോകുന്ന ആളുമാണ്, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു. നെല്ല് ചിരിച്ചു. കളത്തിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടപ്പോൾ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ കിടക്കാൻ യോഗ്യതയില്ല, നീ കീപ്പോട്ട് പോയ ആളും ഞാൻ മേപ്പോട്ട് പോയ ആളുമാണ്. നെല്ല് ചിരിച്ചു. കുറെ കഴിഞ്ഞ് കർഷകൻ തന്നെ 2 ആക്കി. അപ്പൊ പതിര് പറഞ്ഞു, കണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ടേ എൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറാൻ, ഇപ്പൊ നീ കണ്ടല്ലോ നിന്റെ കൂട്ടത്തിൽ നിന്ന് എന്നെ മാറ്റിയത്. അപ്പോഴും നെല്ല് ചിരിച്ചു. ഇപ്പൊ എത്ര ചിരിയായി? 3 ചിരിയായി. അത് കഴിഞ്ഞ് നിലവിളക്ക് 5 തിരിയുള്ളത് തെളിച്ച് നെല്ലിൻ്റെ മുന്നിൽ കർഷകൻ തെളിച്ചു വെച്ചു. അപ്പോൾ പതിര് പറഞ്ഞു, പണ്ടേ പോയിരുന്നെങ്കിൽ ഈ ചൂടൊക്കെ കൊണ്ട് കിടക്കണോ? ഞാൻ കണ്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് കിടക്കുന്നേ. അപ്പോഴും നെല്ല്, ബാക്കി നിങ്ങൾ പറ, ചിരിച്ചു. ഇപ്പം എത്ര ചിരിയായി? 4 ചിരിയായി. കുറെ കഴിഞ്ഞപ്പോൾ കുറെ ചന്ദനത്തിരി കൂടി കൊണ്ടുവന്നു നെല്ലിൻ്റെ മുന്നിൽ നിലവിളക്കിൻ്റെ സമീപം കർഷകൻ വെച്ചു. അപ്പോൾ പതിര് പറഞ്ഞു, കണ്ടോ ഇനി അതിൻ്റെ പുകയൊക്കെ കൊണ്ട് ശ്വാസം മുട്ടിക്കിടക്കുക. നെല്ല് ചിരിച്ചു. ചിരിച്ചു എന്ന് പറയാനൊരു, നെല്ല് ചിരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ നിലവിളക്ക് തെളിയിക്കാൻ ഉപയോഗിച്ച അതേ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് തന്നെ കർഷകൻ നല്ലൊരു വലിയ പന്തം കത്തിച്ചു. ഈ പന്തവുമായി പതിരിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ പതിര് പറഞ്ഞു, നിന്റെ മുന്നിൽ ഇരിക്കുന്നത് കാറ്റടിച്ചാൽ കെട്ടുപോകുന്ന ഒരു തിരി, എൻ്റെ അടുത്തേക്ക് വരുന്നതോ നല്ല വലിയ പന്തം. അപ്പോഴും നെല്ല്. ഇപ്പം എത്ര ചിരിയായി? 1 കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, ചിരിച്ചു എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് നടന്നു വന്ന കർഷകൻ മെല്ലെ തൻ്റെ കയ്യിലിരുന്ന പന്തം പതിരിൻ്റെ കൂമ്പാരത്തിനുള്ളിലേക്ക് തിരികെ കയറ്റി. നിലവിളക്കിൻ്റെ പ്രഭാപൂരത്തിൽ ചന്ദനത്തിരിയുടെ സുഗന്ധവും ആസ്വദിച്ചു കൊണ്ട് കിടന്ന നെന്മണി ആദ്യമായി പതിരിനെ ഒന്ന് നോക്കി. എന്നിട്ട് പതിരിനോട് പറഞ്ഞു, പതിരേ, കർഷകനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അരിമണികൾ കൊടുക്കുന്ന ആ ഭാരവും ചുമന്നുകൊണ്ടാണ് ഞാൻ പാടത്ത് നിന്നത്. നിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നത് കൊണ്ടാണ് നീ നേരെ ശിരസുയർത്തി നിന്നത്. എനിക്കങ്ങനെ നിൽക്കാൻ ശ്രമിച്ചാലും പറ്റില്ല, ഞാൻ കുനിഞ്ഞു പോകും. ഇനി നിന്റെ അഹന്തയുടെ ഫലം നീ അവിടെ കിടന്ന് നീറി പുകഞ്ഞു കിട്ടുന്ന ചാരമാണ് കർഷകൻ അടുത്ത വിളവിന് എൻ്റെ പിൻഗാമികൾക്ക് ഭക്ഷണമായി തരുന്നത്. കുറേ അപവാദങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച നെന്മണി കർഷകന്റെ സഹധർമ്മിണി തെളിച്ചു വെച്ച ദീപത്തിൻ്റെ പ്രഭയിൽ അറയ്ക്കുള്ളിലേക്കും കടന്നു. അതുവരെ അഹന്ത പറഞ്ഞുകൊണ്ടിരുന്ന ധിക്കാരിയായ പതിര് കർഷകന്റെ വളക്കുഴിയിൽ എരിഞ്ഞ ചാരവുമായി തീർന്നു. നമുക്ക് ഈ നെന്മണിയായാൽ മതി. ഭാരം കൂടിയ ത്രാസിന്റെ തട്ട് ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നത് പോലെ, ഏറ്റവും കൂടുതൽ മാമ്പഴമുണ്ടാകുന്ന വൃക്ഷത്തിന്റെ ശിഖരം ഭൂമിയിലേക്ക് കുനിഞ്ഞു വരുന്നത് പോലെ, പാടത്ത് നെല്ലും പതിരും ഉണ്ടായാൽ നെല്ല് കുനിഞ്ഞു വരുന്നത് പോലെ, വാഴ വെച്ചാൽ ഉടമസ്ഥന് വാഴപ്പഴം കൊടുക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ വാഴക്കുലയുമായി ഉടമസ്ഥന്റെ മുന്നിലേക്ക് വാഴ കുനിഞ്ഞു വരുന്നത് പോലെ, മഴവെള്ളം ഒരിക്കലും ഉയർന്ന സ്ഥാനത്ത് നിൽക്കാതെ അത് താഴ്ന്ന ഇടം തേടി കുതിച്ചൊഴുകുന്നത് പോലെ, എളിമയും വിനയവും സേവനവും ത്യാഗവും കൊണ്ട് ഗണപതി ഭഗവാനും അയ്യപ്പസ്വാമിയും ശ്രീരാമേന്ദ്ര ഭഗവാനും ശ്രീകൃഷ്ണസ്വാമിയും ഒക്കെ നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ കാട്ടിത്തന്ന വിനയത്തിൻ്റെ സംസ്കാരം പഠിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ ഇതേപോലെയുള്ള സത്രങ്ങൾ എന്നും പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ മാത്രം ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തിഥി വരുമ്പോൾ
ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിലിൽ വഴിപാടുകളും പൂജകളും ഒക്കെ കഴിച്ച് അവരെ അവരുടെ തിഥിയും നക്ഷത്രവും ജനിച്ച ദിവസവും ഒക്കെ പഠിപ്പിച്ച് പിറന്ന നാൾ ബർത്ത്ഡേ ആക്കി മാറ്റിയവരാണ് ഭൂരിഭാഗവും. ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ നമ്മുടെ യജ്ഞം നടക്കുമ്പം ഒരു കുട്ടിയോട് ചോദിച്ചു, പേരെന്താ? സന്തോഷ്. എന്താ നക്ഷത്രം? പൂയില്യം. പൂയില്യമോ? അതെ. ഏത് ദിവസം ജനിച്ചു? അറിയില്ല. ജനിച്ച നക്ഷത്രം അറിയാതെ, തിഥി അറിയാതെ, തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഞാൻ ജനിച്ചതെന്നറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇതേപോലെയുള്ള സത്രങ്ങളിലൂടെ ആവക കാര്യങ്ങളൊക്കെ ആർജിച്ച് നമുക്ക് നാളെ മുതൽ ഈ ക്ഷേത്രത്തിൽ വന്ന് നടത്തേണ്ടുന്ന സാധാരണ കർമ്മങ്ങൾ മനസ്സിലാകുകയും 100 രൂപ കിട്ടുമ്പോൾ 1 രൂപ ഈശ്വര കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും ജന്മം നൽകിയ അമ്മയ്ക്കും അച്ഛനും അപ്പുറത്ത് ഒരു ഈശ്വരനില്ലെന്ന് കാണിച്ച ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണ ഭഗവാനും ഗണപതി ഭഗവാനും അയ്യപ്പസ്വാമിയും. അച്ഛൻ അങ്ങെന്തുള്ളിൽ ഇച്ഛയെന്നാൽ അതങ്ങിച്ഛയെന്നുറച്ചിടണം അമ്മയും എന്ന് കൗസല്യയോട് പറയുന്ന ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ലക്ഷ്മണ. പക്ഷേ ആ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നവനാണ് ഉത്തമനായ പുത്രൻ എന്ന ലക്ഷ്മണനെ പഠിപ്പിച്ച സംസ്കാരത്തിന്റെ ഗാഥയ്ക്ക് ഇന്ന് പ്രസക്തി ഉണ്ടെന്നറിഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ഈ മാസം നടന്നതെന്ന അഭിമാനത്തോടെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ശ്രീകൃഷ്ണ ഭഗവാന്റെയും ധർമ്മം അത് തന്നെയാണ് പഠിപ്പിച്ചത്. ആ മധുരയും ആ ദ്വാരകയും ആ അയോധ്യയും കാശിയും വാരാണസിയും ഒക്കെ ഇന്ന് ലോകത്തിലെ ധാരാളം ആളുകളൊക്കെ അവിടെ കടന്നു വരുവാനുള്ള അവസരമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളും അഭിമാനത്തോടെ ജീവിച്ചിരിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുകയും രാമായണത്തിലെ രാമനും മഹാഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയും ശ്രീകൃഷ്ണനും എങ്ങനെയാണ് ഇങ്ങനെ ശ്രേഷ്ഠരായത് എന്നവരെ പഠിപ്പിക്കാൻ നമുക്ക് വീട്ടിൽ ബാധ്യതയുണ്ട്. പഠിക്കുന്നതോടൊപ്പം ഈ വക കാര്യങ്ങൾ കൂടി. മോനെ, ഒരു ദിവസം ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും അതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ പഠിച്ചാൽ മതി. പക്ഷെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ പരശുരാമനും ശ്രീരാമനും ബലരാമനും ഒക്കെ നിന്റെ മസ്തിഷ്കത്തിലൂടെ ഒന്ന് ചലിച്ച് ശ്രീകൃഷ്ണനിൽ ചെന്ന് എത്തി നിൽക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഉയരുമ്പോൾ നിനക്ക് നല്ല മകനായി ജീവിക്കാനും നല്ല ഭർത്താവായി ജീവിക്കാനും നല്ല അച്ഛനായി ജീവിക്കാനും ഒക്കെയുള്ള ഉപാധി കൂടി രാമായണവും ഭാഗവതവും പകർന്നു തരികയാണെന്ന് നമ്മൾ വീട്ടിൽ കുട്ടികളെ അഭ്യസിച്ചാൽ നിശ്ചയമായും അവരത് പഠിക്കും. അവരെ ആ നിലയിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള സത്രങ്ങൾ വളർന്ന് പന്തലിച്ച് വിനയത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ധർമ്മം പഠിക്കുവാനുള്ള കേന്ദ്രങ്ങളായി മാറുമ്പോൾ ഉയരുന്നത് മാനുഷിക ധർമ്മമാണ്. അവരുടെ അമ്മയും അച്ഛനെയും അവരെ ഓൾഡ് ഏജ് ഹോമിലാക്കില്ല, വൃദ്ധസദനത്തിലാക്കില്ല. ആ അമ്മയും അച്ഛനുമാണ് എൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും അല്ല, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ എൻ്റെ ജീവിതത്തെ ധാർമ്മികമായ രീതിയിലേക്ക് പുരോഗമിപ്പിക്കുന്നതെന്ന് പഠിക്കാൻ കൂടിയാണല്ലോ സത്രങ്ങൾ. അമ്മയും അച്ഛനും കുടുംബവും ഇല്ലാത്ത ഒരു ജീവിതമല്ലെന്നും ശിവകുടുംബത്തിലെ അംഗങ്ങൾ, രാമകുടുംബത്തിലെ അംഗങ്ങൾ, ശ്രീകൃഷ്ണ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് അവർ പൂജനീയരായി മാറിയതെന്ന് അടുത്ത തലമുറ പഠിക്കാനും ഇപ്പോൾ ഇത് നയിക്കുകയും ഇപ്പോൾ ഇതിൽ വന്നിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാലം കഴിഞ്ഞാൽ നാളത്തെ തലമുറ ഭംഗിയായി അത് നിർവഹിക്കുന്നതിനുള്ള ഊർജം അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന സത്രങ്ങളായി ഇതുപോലുള്ള സത്രങ്ങൾ മാറുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരുന്നതിൻ്റെ ഒരു അടയാളം കുറഞ്ഞ പക്ഷം നമ്മുടെ വീട്ടിലെങ്കിലും പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കും. ഇല്ലെങ്കിൽ എന്തു പറയും, അപ്പൂപ്പനും അമ്മൂമ്മയും ഭാഗവതം കാണാപ്പാടമായിരുന്നു, അച്ഛനും അമ്മയും അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു, രാവിലെയും വൈകിട്ടും നാമജപത്തിൻ്റെ ശബ്ദങ്ങളായിരുന്നു അവിടെ ഉയർന്നിരുന്നത്. ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യം കഷ്ടമായി പോയി എന്ന് നമ്മുടെ വീടിനെ വിരൽ ചൂണ്ടി ആരും പറയാൻ ഇടയാകാത്ത വിധത്തിൽ ഇതുപോലുള്ള സത്രങ്ങളിൽ ഈശ്വരീയമായ ആ ധർമ്മങ്ങൾ പ്രജ്വലിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഉയരുന്നത് നമ്മുടെ കുടുംബങ്ങളാണെന്നൊരു അഭിമാനം സത്രങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കും തോന്നാറുണ്ട്. ആ ഈശ്വരീയ ധർമ്മം വളർന്ന് പടരട്ടെ. അത് പന്തലിച്ച താരും തളിരും ചൂടി ഗുരുത്വത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ, സ്നേഹത്തിൻ്റെ കേദാരങ്ങളായി മാറുന്നതിന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ. അചഞ്ചലം ഈ മഹാധർമ്മം മുടങ്ങാതെ എല്ലാ വർഷവും നടക്കുവാനും അതിൽ ധാരാളം അംഗങ്ങൾക്ക് കുടുംബസഹിതം പങ്കെടുക്കുവാനും, കൂടുമ്പോൾ ഇമ്പമാണല്ലോ കുടുംബം, അതിൽ വന്നിരുന്ന ഈ വക ധാർമ്മിക കാര്യങ്ങൾ അറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ സംജാതമാക്കുവാനും
നാട്ടിലെ ഭക്തജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് അതിന് കൂടുതൽ പ്രചാരം കൊടുത്ത് ഒരാളിനെ കൂടി ഒരു ദിവസം വിളിച്ചുകൊണ്ട് വന്ന് അടുത്ത വർഷം അത് നടക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരംശം അതിനായി മാറ്റിവെച്ച് ഈശ്വരീയ ധർമ്മത്തിൽ ഇതുപോലുള്ള യജ്ഞങ്ങൾ പുലരട്ടെ. വിരലുകളെല്ലാം കൂടെ ഒരു പണിമുടക്കം നടത്തിയ ഒരു ദിവസം അതിലാദ്യത്തെ വിരൽ പറഞ്ഞു, ഞാനാണ് അമ്മ, ഏറ്റവും വണ്ണം കൂടുതൽ എനിക്കാണ്, ഞാനാണ് ഒന്നാമൻ. രണ്ടാമത്തെ വിരൽ പറഞ്ഞു, അല്ല, അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചാൽ ബാക്കി 4 പേരെയും മടക്കി വെച്ചിട്ട് എന്നെ മാത്രം ഉയർത്തി കാണിക്കും, അതുകൊണ്ട് ഞാനാണ് ഒന്നാമൻ എന്ന് ചൂണ്ടുവിരൽ പറഞ്ഞു. മൂന്നാമത്തെ വിരൽ പറഞ്ഞു, അല്ല, ഏറ്റവും നീളം കൂടുതൽ എനിക്കാണ്, നിങ്ങളുടെ എല്ലാം മധ്യത്തിൽ നിൽക്കുന്നത് ഞാനാണ്, എന്നെ മടക്കി വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല, ഞാനാണ് ഒന്നാമൻ. നാലാമത്തെ വിരൽ പറഞ്ഞു, വിവാഹ സമയത്ത് മോതിരമണിയിക്കുന്നത് എന്നിലാണ്, ചന്ദനം തൊടുന്നത് കുങ്കുമം തൊടുന്നത് എന്നെ കൊണ്ടാണ്, ബലി ഇടുമ്പോൾ പവിത്രം ധരിക്കുന്നത് എന്നിലാണ്, അതുകൊണ്ട് ഞാനാണ് ഒന്നാമൻ. ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു ചെറുവിരൽ. ആ ചെറുവിരലിനോട് ബ്രഹ്മാവ് ചോദിച്ചു, ചെറുവിരലേ, എന്തോ നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ട്, നീ പറയൂ. ഞാനാണേ ഒന്നാമൻ. മറ്റേ 4 വിരലും കൂടെ അങ്ങ് ഒന്നായി. ഏറ്റവും അവസാനം നിൽക്കുന്ന നീ, ഏറ്റവും നീളം കുറഞ്ഞ നീ, ഞങ്ങൾ ഓരോരുത്തർ ചേർന്ന് നൂതിയാൽ തെറിച്ചു പോകുന്ന നീ എങ്ങനെ ഒന്നാമനാകും എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുവിരൽ പറഞ്ഞു, ഭഗവാനെ നമസ്കരിക്കുമ്പോൾ, ഗുരുക്കന്മാരെ കണ്ട നമസ്കാരം എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. അമ്മയൊന്നും ചൂണ്ടുവിരലിനെ ഒന്നും ആ സമയത്ത് കാണാനേ ഇല്ല. പിന്നെ മറ്റേ 2 വിരലിൻ്റെ 2 മില്ലിമീറ്റർ കാണാം, അത് എൻ്റെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ഗുണമാണ്. ബ്രഹ്മദേവൻ പറഞ്ഞു, 5 പേരുടെയും അവകാശങ്ങൾ ഞാൻ സസൂക്ഷ്മം സശ്രദ്ധം പരിശോധിച്ചു. ചെറുവിരൽ തന്നെ ഒന്നാമൻ. നമുക്ക് ആ ചെറുവിരലാകാൻ ഈ മഹാസത്രം ഇടയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്